സാർ നമസ്കാരം. ഇങ്ങനൊരു ജോണർ അത് നോർമലി പറയാറുണ്ട്, വളരെ കോമഡി ചെയ്യുന്നവർക്ക് തന്നെ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ഒരുപാട് സിനിമ നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ടാണ് ജോഗി ബാബു സാറിനെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തത്. അല്ല, കോമഡി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യാൻ പറ്റുന്നുള്ള അതൊരു പരമമായ സത്യം തന്നെയാണ്. എന്നാലും നമ്മൾ പ്രാക്ടിക്കലി അവർ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിരുന്ന അങ്ങനെ സീരിയസ് എലമെൻറ്റ്സ് കൈകാര്യം ചില സന്ദർഭങ്ങളെങ്കിലും നമ്മൾ ആലോചിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ടേല എന്ന് പറയുന്ന സിനിമ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിൽ വരും. അതുപോലെ കർണൻ എന്ന സിനിമയിൽ, മാരി സെൽവരാജിൻ്റെ സിനിമയിൽ അദ്ദേഹം വളരെ പവർഫുൾ ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കാണുമ്പം മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള ഹാസ്യതാരങ്ങളിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഇദ്ദേഹത്തിന് ഉണ്ടെന്നുള്ളത്. അതൊരു പക്ഷേ വടിവേലു എന്ന് പറയുന്ന അതുല്യ നടൻ ഈ മാമന്നൻ എന്ന സിനിമയിലൂടെ മറ്റൊരു തലത്തിലോട്ട് മാറിയെങ്കിലും അത് ഒരുപാട് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഒരു പക്ഷേ 3-ാം ഘട്ടമോ 4-ാം ഘട്ടമോ, അതായത് അവസാന ഘട്ടത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെങ്കിൽ യോഗി ബാബു ഇൻഡസ്ട്രിയിലോട്ട് കടന്നു വന്ന് 3-4 വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാൻ അവസരം കിട്ടുകയും അതോടൊപ്പം തന്നെ കൃത്യമായ കോമഡി ട്രാക്കിൽ മെയിൻ സ്ട്രീമിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് മുഖ്യധാര രജനീകാന്ത് അടക്കമുള്ള, സൂര്യ അടക്കമുള്ള, അങ്ങനെ വിജയ് അടക്കമുള്ള സിനിമാ താരങ്ങളൂടെ കൊമേഴ്ഷ്യൽ സിനിമയുടെ ഭാഗവും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സിനിമയിലോട്ട് അദ്ദേഹത്തിന് കാശ് ചെയ്യണം എന്നുള്ളത്, അദ്ദേഹത്തിന് അത് ആ കഥാപാത്രം അദ്ദേഹത്തിൽ ഭദ്രമായിരിക്കും എന്നുള്ള തോന്നൽ രൂപപ്പെടുന്നത്. നമസ്കാരം. ഓരോ സിനിമകളും ഓരോ കഥാപാത്രങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ കഥാപാത്രം ട്രാൻസ്ഫോം ചെയ്യാനുള്ള ടൈം പീരീഡ് എടുക്കുമല്ലോ. അപ്പം ഇത്രയും ഒരു താങ്കളിപ്പോൾ മലയാളം ആയാലും തെലുങ്കാന എല്ലാ ലാംഗ്വേജിലും വളരെ ആക്റ്റീവാണ്. നമ്മുടെ ജയറാമേട്ടനെ പോലെ തന്നെ ജയറാമേട്ടനെ പോലെ തന്നെ എല്ലാ മൾട്ടി ലാംഗ്വേജിലും താങ്കൾ അങ്ങ് എന്താ പറയുക, മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ മലയാളത്തിൽ നിന്ന് വന്നു എന്നുള്ളതിന്. അപ്പം ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തിരുന്നത്? ഇത് എത്രത്തോളം പ്രേക്ഷകരിലേക്ക് കൺവേ ആവും? എന്താണ് കഥാപാത്രം നൽകാൻ ആഗ്രഹിക്കുന്നത്? ഏതൊരു കഥാപാത്രം ചെയ്യാൻ പുറപ്പെടുമ്പോഴും നമ്മൾ ആ ഒരു കഥാപാത്രത്തിൻ്റെ മനസ്സ്, സാഹചര്യം, അയാൾ വളർന്നു വന്ന ജീവിത രീതികൾ എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെയാണ് ആദ്യം അന്വേഷിക്കാറ്. ഇതൊക്കെ അന്വേഷിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രൂപഘടന നമുക്ക് ബോധ്യമുള്ളൂ. എനിക്ക് മാത്രമല്ല, ഏതൊരു ആക്ടർക്കും. അത് ഇപ്പോൾ വിനീഷായിട്ടാണെങ്കിലും മറ്റേതൊരു സംവിധായകനായിട്ടാണ് അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് കാല് വയ്ക്കാറുള്ളൂ. അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, എല്ലാ സ്ഥലത്തും. പിന്നെ തമിഴ്നാട്ടിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് പോകുമ്പോൾ ആ സെയിം ഇപ്പോൾ മലയാളത്തിൽ ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെയാണെങ്കിലും അതിൻ്റെ സാഹചര്യം കുറച്ചുകൂടി വ്യത്യാസമുണ്ടാകും. അപ്പോൾ ആ സാഹചര്യത്തെ നമ്മളൊന്ന് നോക്കിക്കാണുക എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളൊരു പോലീസുകാരൻ തന്നെയാണെങ്കിലും അവിടെയുള്ളൊരു പോലീസുകാരനൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ, അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ വ്യത്യാസം. അതുകൊണ്ട് തന്നെ അവർ സംസാരിക്കുന്ന രീതികളിൽ മാറ്റം ഉണ്ടാകും. ചിലപ്പം വളരെ മലയാളത്തിൽ വളരെ മെല്ലെ പറയുന്ന ഭാര്യയോട് സംസാരിക്കുന്ന ഒരു സീനാണെന്നുണ്ടെങ്കിൽ വളരെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരു ഭർത്താവായിരിക്കാം ആ പോലീസുകാരൻ അയാളുടെ വീട്ടിൽ. അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞിട്ട് തന്നെയാണ് എല്ലാം ചെയ്യാറ്. സാർ ഇപ്പോൾ എന്തായാലും നമ്മൾ ചെയ്യുന്ന കഥാപാത്രം ആളുകൾക്ക് റീച്ച്, ചിലത് നല്ല രീതിയിൽ റീച്ച് ആവും, ഒരു സിഗ്നേച്ചർ പോലെ ആവും, ചിലത് മറന്നു പോവാം. സാറിന്റെ മനസ്സിൽ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്ന, അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്ന കഥാപാത്രങ്ങളായിട്ട് ഇപ്പോഴും ആളുകൾ കാണുമ്പോൾ ഒന്ന് വിളിക്കാറും സംസാരിക്കാറുണ്ടോ? ധാരാളം കഥാപാത്രങ്ങൾ അങ്ങനെ പറയാറുണ്ട്. പണ്ട് സീരിയലിൽ ചെയ്തിരുന്ന കഥാപാത്രമായ കാക്കശങ്കറിനെ ഇപ്പോഴും ആളുകൾ പറയാറുണ്ട്. കൈതരി സഹദേവനെ പറയാറുണ്ട്. ലൈഫ് ഓഫ് ജോസഫിലെ ജോസഫ് ഏട്ടനെ പറയാറുണ്ട്. വർഷത്തിലെ മമ്മൂക്കയുടെ ഏട്ടനെ പറ്റി പറയാറുണ്ട്. അങ്ങനെ പറയാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ദാസേട്ടൻ്റെ സൈക്കിളിലെ ദാസേട്ടനെ പറ്റി ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു. അതിപ്പം മനോരമ മാക്സിൽ റിലീസായതിൻ്റെ ഭാഗമായിട്ട്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു ഭാഗമുണ്ട്. അതിൽ ആ ഭാഗം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു ട്രാൻസ്ജെൻഡറുമായിട്ടുള്ള ഇയാളുടെ ഒരു ബന്ധത്തെക്കുറിച്ച്. സാധാരണ നമ്മൾ ഈ ഒരു വിഭാഗത്തെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളതും ദാസൻ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള ഒരു വ്യത്യാസം. അപ്പോൾ അതൊക്കെ എടുത്തെടുത്ത് ആളുകൾ പറയും. നമ്മളെ യാത്രയിലൊക്കെയാണ് ആളുകൾ കാണുമ്പോൾ ഇപ്പോൾ എടുത്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയെ നോക്കിയാലും മലയാളം ഇൻഡസ്ട്രി നോക്കിയാലും പുതുമുഖങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഡിഫറെൻ്റ് ആണ്. മലയാളത്തിൽ വരുന്ന പുതുമുഖങ്ങളെ 1-2 പടങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് തന്നെ വളരെ വിരളമാണ്. പക്ഷേ തമിഴിൽ ഒരു നല്ലൊരു കണ്ടന്റ് ഉള്ളൊരു സിനിമയാണ് വരുന്നതെങ്കിൽ അതിൽ പുതുമുഖമാണെങ്കിൽ ആളുകൾ അത് ഏറ്റെടുക്കുകയും പിന്നീട് കണ്ടിന്യൂസ് അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി അവിടെ കിട്ടാറുണ്ട്. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ മലയാളവും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു?
ഒരു തമിഴ് നാട്ടിലെ ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുന്ന വെറുതെ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, അയാൾ സിനിമ എന്ന് പറഞ്ഞിട്ടാണ്, വേണമെങ്കിൽ കുറച്ച് അതിശയോക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെയാണ് എഴുന്നേൽക്കുക. നമ്മളങ്ങനെയാണോ? അല്ല. കാരണം സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് അവരുടെ ഒരു ജീവവായു പോലെ ഇങ്ങനെ, അവരുടെ രാഷ്ട്രീയം കണ്ടിട്ടില്ലേ, അവരുടെ രാഷ്ട്രീയവും സിനിമയും തമ്മിൽ അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ സിനിമയിലേക്ക് വരുന്ന, സിനിമയുമായി ബന്ധപ്പെട്ട, അത് പുതുമുഖമാവട്ടെ പഴയ നടനാവട്ടെ, അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ കാര്യങ്ങളും അവരെ വല്ലാതെ വിലയിരുത്തപ്പെടും. ആ വിലയിരുത്തലുകൾ ആണ് നമുക്കൊക്കെ കിട്ടുന്ന എല്ലാ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ വ്യത്യാസം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ അതിനെ ഒരു സിനിമയായിട്ട് തന്നെ കാണുന്ന ഒരു രീതിയാണ് പൊതുവേ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാലോ, നമ്മളെ കഴിഞ്ഞു പോയ കാലത്തുള്ള ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ഒരു സിനിമ നടൻ, ഒരു സിനിമ നടി എന്നൊക്കെയുള്ള രീതിയിൽ തന്നെ ആണ് അതിനെ കണ്ടുപോകുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതാണ് നല്ലത് ഏതാണ് ചിത്രത്തൊന്നുമില്ല, എൻ്റെ വ്യത്യാസം ഇതാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ഹായ്. അപ്പം മൂന്നാമത്തെ തമിഴ് ചിത്രമാണ്. അപ്പം പല ലാംഗ്വേജിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളുമായിട്ട് അഭിനയിക്കുമ്പോൾ ഓരോ ലെസൺസ് ആണ്. ഇപ്പോൾ യോഗി ബാബു സാറായാലും ഹരീഷ് ചേട്ടനായാലും ഒരു വലിയ വലിയ ലെജൻസുകളാണ്. അവരുടെ ഒക്കെ അഭിനയിക്കുമ്പോൾ ഹരീഷ് ചേട്ടൻ്റെ കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ ഒരു ലെസൺ എന്തായിരിക്കും, പഠിച്ചൊരു പാഠം എന്തായിരിക്കും പിള്ളേർ? ഓണസ്റ്റ്ലി സാറിൻ്റെ കൂടെ ഞാൻ ആക്ച്വലി ഇന്ന് മൂവിയിൽ എനിക്ക് കോമ്പിനേഷൻസ് ഇല്ല. ഇപ്പോൾ ആണ് സാറിനെ മീറ്റ് ആവുന്നത്. ബട്ട് I think meeting him itself right now, down to earth, humble ana. So I think that itself I'm picking it from him. Looking forward to working with you actually, especially in Telugu film, because sir ipo ettu kodal Telugu also cheyyunnundu. So but any language. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുമ്പ്, ലൈക്ക് വിത്ത് എവറി ആക്ടർ ഇൻ ദിസ് ഫിലിം there's always something to learn. നമ്മളുടെ ഉള്ള അത് ദാറ്റ് യു കാൻ ജസ്റ്റ് കം ആൻഡ് ബി ലൈക്ക് നമ്മളുടെ വർക്ക് ചെയ്തിട്ട് പോവും, അങ്ങനെയൊക്കെ ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. ജസ്റ്റ് ടു ബി ഓൺ സെറ്റ് ഇറ്റ് സെൽഫ് ഇസ് എ ബിഗ് ഹൈ. ലൈക്ക് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ. സോ ഐ ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. ഇപ്പോൾ ഇറ്റ് ഡി നോട്ട് ബി ലൈക്ക് വലിയ സീന, ബിഗ് സീന, ചിന്ന സീന, യുനോ, ആൻഡ് സീൻ മാത്രം. ലൈക്ക് ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് വർക്ക്. Like അതിൻ്റെ മുമ്പ് ഐ വാസ് ജസ്റ്റ് ടെല്ലിങ് someone, for instance യോഗി ബാബുജി കൂടെ first shot, sir, I think the first shot was somewhere during midnight, and I think njan tired aayipoyi, but when I saw him for the first time, from morning ravale okke thodangi he was working till midnight, but he came with so much energy. njan adu kanditte even I got motivated, so I think learning also ennana, you don't come today I'm going to learn this. Simple things also, like will make a huge difference. So yeah, I think movie that was the thing with all my co-actors. So yeah, I don't know.